ഹായ്, നമ്മൾ 3 റിസൾട്ട് വരെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ റിസൾട്ടാണ് L of t raised to n equal to n factorial divided s raised to n plus 1. s greater than 0 when n equal to 1, 2, 3 etc. അതായത് ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ, ടി റേസ് ടു എൻ ആണ്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു എൻ ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എസ് ടി, എഫ് ഓഫ് ടിയുടെ ഒറിജിനൽ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എസ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. സോ ഇവിടെ എന്താണ്, എഫ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി റേസ് ടു എൻ ആണ്. അപ്പോൾ നമ്മൾ ടി റേസ് ടു എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി റേസ് ടു എന്നും പിന്നെ ഇ റേസ് ടു മൈനസ് എസ് ടിയും വരുമ്പോൾ നമുക്ക് എന്ത് വരും, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. സോ ടി റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് വരും. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് എന്നാണ്. അപ്പോൾ ടി റേസ് ടു എൻ അങ്ങനെ എഴുതി. ഇൻ്റഗ്രേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് മൈനസ് എസ്. സോ ലിമിറ്റ് കൊടുത്തു 0 to ഇൻഫിനിറ്റി മൈനസ് ഇൻ്റഗ്രേഷൻ ഓഫ് 0 to ഇൻഫിനിറ്റി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സോ ടി റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ എൻ ടി റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ്. സോ ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ടി ടി എന്ന് വരും. നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ടേം 0 ആയിട്ട് മാറും. കാരണം നമ്മളിപ്പോൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട് ടിക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ 0 വരും. സോ ആ ടേം മൊത്തം 0 ആയിട്ട് മാറും. അടുത്ത 0 കൊടുക്കുമ്പോൾ ഇൻ്റെ ടേം എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. ടിയുടെ ടേം ടി റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ ആ ടേം മൊത്തം എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. ഇനി ഇവിടെ ഈ എന്നിനും മൈനസ് എസിനും ഔട്ട് സൈഡ് എടുക്കുക. സോ ഈ മൈനസും ഇവിടുത്തെ മൈനസും കൂടി പ്ലസ് ആവും. സോ എൻ ബൈ എസ് ഇൻ്റഗ്രേഷൻ 0 to ഇൻഫിനിറ്റി ടി റേസ് ടു എൻ മൈനസ് 1 ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് വരും. ദെൻ എൻ ബൈ എസ് ഓഫ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ടി റേസ് ടു എൻ മൈനസ് 1 ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1 എന്ന് പറയാം. എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1. അതായത് അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ തൊട്ട് മുന്നത്തെ റിസൾട്ടിൽ നമ്മൾ എന്ത് പഠിച്ചു, എൽ ഓഫ് ടി ഈക്വൽ ടു എന്താ, ഇൻ്റഗ്രേഷൻ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്നാണ് അല്ലേ. ഇവിടെ ഈ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, ടി റേസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എൽ ഓഫ് ടി എന്ന് പറഞ്ഞിടത്ത് എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1 എഴുതാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ ആ ഒരു ഇക്വേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദെർഫോർ എൽ ഓഫ് ടി റേസ് ടു എൻ ഈക്വൽ ടു എൻ ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1 ആണെന്ന് പറയാം. ദെൻ നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടിയിൽ ഇതിലിപ്പോൾ നമ്മൾ ജനറലായിട്ട് ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, എൽ ഓഫ് ടി റേസ് ടു എൻ ആണെങ്കിൽ എൽ ഓഫ് ടി റേസ് ടു എൻ ആണെങ്കിൽ എൻ ബൈ എസ് എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1. ഇനി എൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക, എൽ ഓഫ് ടി സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. എൽ ഓഫ് ടി സ്ക്വയർ നമുക്ക് എന്ത് വരും, എൻ ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി റേസ് ടു സ്ക്വയർ 2 മൈനസ് 1. നമുക്ക് ജനറൽ ഇങ്ങനെ എഴുതി. സോ എന്നിന് നമ്മൾ വാല്യൂ കൊടുക്കുക 1, 2, 3 എക്സെട്ര വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ജനറലായിട്ട് ഇങ്ങനെ കിട്ടും. എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1 പറഞ്ഞാൽ എന്താ, എൻ മൈനസ് 1 ബൈ എസ് എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 2. എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 2 എന്ന് പറഞ്ഞാൽ എൻ മൈനസ് 2 ബൈ എസ് എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 3 ആണ് എക്സെട്ര. എൽ ഓഫ് ടി ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി സ്ക്വയർ. കാരണം എന്നിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ഞാൻ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. ഇവിടെ എന്ത് വരും, 2 എന്ന് വരും. ഓക്കെ, അത് നമുക്ക് ജനറലായിട്ട് എൽ ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി വരും. ഇതാണ് ജനറൽ കേസ്. അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് ടി റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിപ്പോൾ കണ്ടെത്തി, എൽ ഓഫ് ടി റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ പറഞ്ഞത് എൽ ഓഫ് ടി റേസ് ടു എൻ, എൽ ഓഫ് ടി റേസ് ടു എൻ നമ്മളെങ്ങനെ എഴുതാം, എൻ ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1 എന്ന് എഴുതാം. ഈ എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം, എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1 അല്ലേ ഇവിടെ വരുന്നത്. ഈ എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം, എൻ മൈനസ് 1 ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 2 എന്ന് എഴുതാം. ഈ എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 2 നമുക്ക് എങ്ങനെ എഴുതാം, എൻ മൈനസ് 2 ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 3 എന്ന് എഴുതാം. അങ്ങനെ എഴുതി നമ്മൾ ലാസ്റ്റ് എവിടെ എത്തും, എൽ ഓഫ് ടി എന്ന് വരെ എത്തും.
ഓക്കെ. ഇനി അപ്പോൾ n ബൈ എസ് ഇൻറ്റു n മൈനസ് 1 ബൈ എസ് ഇൻറ്റു n മൈനസ് 2 ബൈ എസ് ഇൻറ്റു എക്സെട്ര 3 ബൈ എസ് ഇൻറ്റു 2 ബൈ എസ് ഇൻറ്റു എക്സെട്ര എൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് റിസൾട്ട് എൽ ഓഫ് ടി ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ബൈ എസ് സ്ക്വയർ ആണെന്ന്. അപ്പോൾ 1 ബൈ എസ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഫാക്ടോറിയൽ ആണ്. സോ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ഇത്രയും ടേം നമുക്ക് എന്ത് വരും, ഇവിടുത്തെ ഈ ഒരു എസ്സും കൂടി കൂട്ടിയിട്ട് n ടേംസ് വരും, പ്ലസ് ഇവിടെ ഒരു എസ്സും കൂടി, സോ എന്ത് വരും, എസ് റേസ് ടു n പ്ലസ് 1 ടേംസ് വരും. ഓക്കെ. അപ്പോൾ എൽ ഓഫ് ടി റേസ് ടു n നമുക്ക് എങ്ങനെ എഴുതാം, n ഫാക്ടോറിയൽ ഡിവൈഡഡ് എസ് റേസ് ടു n പ്ലസ് 1 എഴുതാം. ദെൻ അടുത്തത് റിമാർക്ക്, ഇഫ് എ ഈസ് എനി പോസിറ്റീവ് റിയൽ നമ്പർ ദെൻ എൽ ഓഫ് ടി റേസ് ടു എ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രേഷൻ. ഇപ്പം എ നമ്മൾ എൽ ഓഫ് ടി റേസ് ടു n ആണ് പറഞ്ഞത്, ഇൻ്റഗ്രേഷൻ n ഫാക്ടോറിയൽ ഡിവൈഡഡ് എസ് റേസ് ടു n പ്ലസ് 1 എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഈ എന്നിൻ്റെ സ്ഥലത്ത് എ ആണ് വിചാരിക്കുക. എ ഈസ് എനി പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. ഏത് പോസിറ്റീവ് റിയൽ നമ്പർ എ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രേഷൻ 0 ടു ഇൻഫിനിറ്റി ടി റേസ് ടു എ ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് എഴുതാം. ഈ ടീനെ നമുക്ക് എന്ത് ചെയ്യാം, പുട്ടിങ് എസ് ടി ഈക്വൽ ടു എക്സ്, എസ് ടി എന്ന് പറഞ്ഞാൽ എക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും, എക്സ് ബൈ എസ് ഓൾ റേസ് ടു എ ഇ റേസ് ടു മൈനസ് എക്സ് 1 ബൈ എസ് ഡി എക്സ് എന്ന് വരും. സോ 1 ബൈ എസ് റേസ് ടു എ പ്ലസ് 1, ഇവിടെ ഒരു എസ് റേസ് ടു എ ഉണ്ട്, ഇവിടെ ഒരു എസ് ഉണ്ട്. സോ എസ് റേസ് ടു എ പ്ലസ് 1 ഇൻ്റഗ്രേഷൻ 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു എ ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എന്താണ്, ഗാമ ഓഫ് എ പ്ലസ് 1 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇൻ്റഗ്രേഷൻ ഓഫ് 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു എ ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് പറഞ്ഞാൽ ഗാമ ഓഫ് എ പ്ലസ് 1 ആണ്, ഡിവൈഡഡ് എസ് റേസ് ടു എ പ്ലസ് 1 വരും. ഗാമ ഓഫ് എ പ്ലസ് 1 ഈസ് ദി ഗാമ ഫംഗ്ഷൻ ഓഫ് എ പ്ലസ് 1 നമുക്ക് എഴുതാം. ഓക്കെ, അതൊരു റിമാർക്കായിട്ട് നമ്മൾ എഴുതുന്നതാണ്. ദെൻ റിസൾട്ട് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഓഫ് ഇ റേസ് ടു എ ടി ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ ആയിരിക്കും. എസ് എന്തായിരിക്കും, എനേക്കാളും വലുതായിരിക്കും. ഹിയർ ഇവിടെ ഇപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു എ ടി ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ 0 ഫ്രം ദി ഡെഫിനിഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് യൂസിങ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ലാപ്ലേസ് എല്ലാ റിസൾട്ടും നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ്. ടിയുടെ 2 ഫംഗ്ഷൻസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ എൽ ഓഫ് എഫ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഡി ടി. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, ഇ റേസ് ടു ഇ റേസ് ടു എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇ റേസ് ടു എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി. ഇതിൽ ഈ എ ടിയും മൈനസ് എസും ഒക്കെ എന്താണ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ പവറായിട്ട് വരുന്നതാണ്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ പവറായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് എഴുതിയാൽ മതി, മൈനസ് എസ് മൈനസ് എ ടി ഡി ടി എന്ന് എഴുതിയാൽ മതി. സോ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് മൈനസ് എ ടി ഡിവൈഡഡ് മൈനസ് എസ് മൈനസ് എ ഇൻറ്റഗ്രേഷൻ 0 ടു ഇൻഫിനിറ്റി കൊടുക്കുക. ദെൻ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ ടേം എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. 0 കൊടുക്കുമ്പോൾ നമ്മുടെ ടേം എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. 1 ബൈ മൈനസ് എസ് മൈനസ് എ എന്ന് വരും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും, ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ എന്ന്. ദെൻ അടുത്ത റിസൾട്ട് എൽ ഓഫ് സൈൻ എ ടി ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എഫ് ഓഫ് ടി പറഞ്ഞെന്താ, സൈൻ എ ടി ആണ്, ടി ഗ്രേറ്റർ ദാൻ 0. ദെൻ എൽ ഓഫ് സൈൻ എ ടി നമുക്ക് എന്ത് എഴുതാം, എൽ ഓഫ് എഫ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളെല്ലാം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. നമുക്ക് തരുന്ന ഗിവൺ ഫംഗ്ഷൻ ഏതാണെന്നും ഒറിജിനൽ ഫംഗ്ഷൻ ഏതാണെന്നും കറക്റ്റായിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഇൻറ്റഗ്രേഷൻ വെച്ചിട്ട് എല്ലാത്തിൻ്റെയും വാല്യൂ കണ്ടെത്താൻ പറ്റും. ദെൻ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു സൈൻ എ ടി ഡി ടി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം, ഇൻറ്റഗ്രേഷൻ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ എ ടി ഡി ടി. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കാതെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഈ 0യും ഇൻഫിനിറ്റിയും കൊടുക്കണ്ട. അത് ഞാൻ അറിയാൻ മിസ്റ്റേക്ക് വന്നതാണ്. 0യും ഇൻഫിനിറ്റിയും കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇൻറ്റഗ്രേഷൻ കാണാം. ലിമിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രേഷൻ കാണാമല്ലോ. അപ്പോൾ ഞാൻ നോക്കാം, ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രേഷൻ ഓഫ് സൈൻ എ ടി, അതായത് മൈനസ് കോസ് എ ടി ഡിവൈഡഡ് എ മൈനസ് ഇൻറ്റഗ്രേഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, സോ മൈനസ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി മൈനസ് ഇൻറ്റു ഇൻറ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ്, സോ മൈനസ് കോസ് എ ടി ബൈ എ ഡി ടി എന്ന് വരും. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 1 ബൈ എ ഇ റേസ് ടു മൈനസ് എസ് ടി കോസ് എ ടി മൈനസ് എസ് ബൈ എ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ എ ടി ബൈ എ മൈനസ്, അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റത്തെ ടേം നമ്മൾ അങ്ങനെ എഴുതി 1 മൈനസ് 1 ബൈ എ, അതായത് ഈ ഒരു 2 ടേമിനെയും ഈ ഒരു 2 ടേമിനെയും ചേർത്ത് എഴുതി മൈനസ്, പിന്നെ എന്ത് ചെയ്തു, എസ് ബൈ എ, ഇവിടുന്ന് ഈ മൈനസും
അതേപോലെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് കോസ് 80 ബൈ ഈ മൈനസും കൂടി പ്ലസ് ആയി. സോ അവിടെ ഇവിടെ പുറത്തുള്ള ഈ മൈനസ് എസ് ബൈ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് എസ്, അവിടെ ഈ ഒരു എസ്സും താഴെയുള്ള ഒരു എസ്സും എയും, സോ എസ് ബൈ എ. പിന്നെ എന്ത് ബ്രാക്കറ്റിൽ വരും, ഇ റേസ് ടു മൈനസ് എസ് ടി. പിന്നെ നമുക്ക് വരിക ഇൻ്റഗ്രേഷൻ മൈനസ് കോസ് 80 എന്നാണ് വരിക. ഇ റേസ് ടു മൈനസ് എസ് ടി കോസ് 80 എന്നാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വീണ്ടും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്ത് ചെയ്യുക. അതായത് അവിടെ വരുന്നത് പിന്നെ എന്താ ബാക്കി വരിക, ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് എസ് ടി കോസ് 80 ഡി ടി എന്ന് വരും. കോസ് 80 ഡി ടി. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ 80 ബൈ എ മൈനസ് ഇൻ്റഗ്രേഷൻ മൈനസ്, അതായത് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ്. ഇവിടെ സെക്കൻഡ് എന്താ വരുന്നത്, കോസ് 80 ആണ്. സോ കോസ് 80യുടെ ഇൻ്റഗ്രേഷൻ പറഞ്ഞാൽ സൈൻ 80 ബൈ എ ആണ്. മൈനസ് ഇൻ്റഗ്രേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് മൈനസ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ്. സോ സൈൻ 80 ബൈ എ ഇൻറ്റു ഡി ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ നോക്കാം. മൈനസ് 1 ബൈ എ, ഈ ഒരു ടേമിന് വ്യത്യാസം വരില്ല, കാരണം നമ്മൾ ലിമിറ്റ് കൊടുക്കണില്ല, ലിമിറ്റ് അവസാനത്തേക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ 1 ബൈ എ ഇ റേസ് ടു മൈനസ് എസ് ടി കോസ് 80 എന്ന് എഴുതി. മൈനസ് ഇവിടെ ഒരു എ ഉണ്ടാവും, ഇവിടെ ഈ ഒരു എ ഉണ്ട്. അപ്പോൾ ഈ ആ എനെ നമ്മൾ ഔട്ട് സൈഡിൽ എടുക്കുമ്പോൾ എസ് ബൈ എ കോമൺ ആണ്. സോ എസ് ബൈ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ 80 എന്ന് എഴുതി. മൈനസ്, അതായത് ഇത്രയും ടേം നമ്മൾ എഴുതി. മൈനസ് എസ്, ഇവിടെ ഒരു എ ഉണ്ട്. സോ എസ് സ്ക്വയർ, അവിടെ ഒരു എസ്സും ഉണ്ട്, ഇവിടെ ഒരു മൈനസ്, ഈ മൈനസും കൂടിയിട്ട് പ്ലസ് ആവും. സോ അവിടെ മൈനസ് എസ് ഉണ്ട്. പിന്നെ സൈൻ 80 ബൈ എയിൽ അല്ല, ഇവിടുത്തെ ഒരു മൈനസും കൂടിയിട്ട് ഈ മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ആണ്. അതായത് ഈ ഒരു മൈനസ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ ആ മൈനസ് ഇവിടെ പുറത്തേക്ക് വന്നു, ഇവിടെ ഈ ഒരു പുറത്തേക്ക് മൈനസ് ഇട്ടു. ദെൻ ഈ മൈനസും ഇവിടുത്തെ എയും കൂടി, അപ്പോൾ ഈ എസും എയും കൂടി എന്ത് വരും, എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് വരും. ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ 80 ഡി ടി എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇനി നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വന്നത് ഞാൻ നെക്സ്റ്റ് പേജിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നോക്കാം, നമ്മളിപ്പോൾ ഇത്രയും ടേംസ് എഴുതി, നമുക്ക് കിട്ടിയത് ഇതാണ്. ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ 80 ഡി ടി ഈക്വൽ ടു മൈനസ് എ ബൈ എ സ്ക്വയർ. അതായത് ഇവിടെ നമുക്ക് 1 ബൈ എ എന്നുള്ളൂ. അപ്പോൾ 1 ബൈ എനെ നമ്മൾ ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എനായിട്ട് ഇൻറ്റു ചെയ്തു. അത് വേണമെന്നില്ല, കുഴപ്പമില്ല, നമ്മൾ ചെയ്താലും കുഴപ്പമില്ല. സോ മൈനസ് എ ബൈ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് എസ് ടി കോസ് 80 മൈനസ് എസ് ബൈ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ 80 മൈനസ് എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻ്റഗ്രേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ 80. നമുക്ക് കിട്ടേണ്ടത് എന്താ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ 80 ഡി ടിയുടെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ഒരു ടേം ഉണ്ട്, ഇവിടെ ഒരു ടേം ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേമിന് നമ്മൾ എന്ത് ചെയ്യാം, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് എടുക്കാം. സോ എന്ത് വരും, ഈ ഇൻ്റഗ്രേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ 80 ഡി ടി, അതായത് ഈ ഒരു ടേം പ്ലസ് എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻ്റഗ്രേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ 80 ഡി ടി എന്ന് വരും. ഈക്വൽ ടു എന്ത് വരും, ഇവിടെ ഇ റേസ് ടു മൈനസ് എസ് ടി കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഈ ഇ റേസ് ടു മൈനസ് എസ് ടി ഉണ്ട്, ഇവിടെ ഒരു ഇ റേസ് ടു മൈനസ് എസ് ടി ഉണ്ട്. സോ മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ദെൻ എന്ത് വരും, എ ഇൻറ്റു കോസ് 80 പ്ലസ് എസ് ഇൻറ്റു സൈൻ 80. രണ്ട് സ്ഥലത്തും എ സ്ക്വയർ ആണ്, ഡിവൈഡഡ് എ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഡിവൈഡഡ് എ സ്ക്വയർ നമ്മൾ എഴുതി. ഇനി ഇവിടെ നോക്കുക, ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ 80 നമ്മൾ എന്ത് ചെയ്യുക, പുറത്തെടുക്കുമ്പോൾ ഇവിടെ 1 ഉണ്ടാവും. 1 പ്ലസ് എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് വരും ഇൻറ്റു ഇ റേസ് ടു, ഇവിടെ ഇൻ്റഗ്രേഷൻ ഉണ്ട് കേട്ടോ, 1 പ്ലസ് എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ 80 ഡി ടി എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു ഈ ഒരു ടേം നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഈ 1 പ്ലസ് എസ് സ്ക്വയർ ബൈ എ സ്ക്വയറിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, എ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ഡിവൈഡഡ് എ സ്ക്വയർ എന്ന് വരും ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ 80 ഡി ടി ഈക്വൽ ടു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഒരു എ സ്ക്വയർ ഉണ്ടാവും, ഇവിടെ ഒരു എ സ്ക്വയർ വരും, ഇവിടെ താഴെ നമുക്ക് ഓൾറെഡി ഒരു എ സ്ക്വയർ ഉണ്ട്, ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഈ എ സ്ക്വയറും എന്തായിട്ട് മാറും, ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി, ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ 80യുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്, ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എ കോസ് 80 പ്ലസ് എസ് ഇൻറ്റു സൈൻ 80 ഡിവൈഡഡ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കാണേണ്ടത് എൽ ഓഫ് സൈൻ 80 ആണ്.
അപ്പോൾ എൽ ഓഫ് സൈൻ 80 എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ 0 to ഇൻഫിനിറ്റി e−st sin 80 dt ആണ്. അപ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുത്തിട്ടില്ല. ലിമിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടെത്തി. സോ -e−st ഇൻറ്റു a cos 80 പ്ലസ് s ഇൻറ്റു സൈൻ 80 ഡിവൈഡഡ് s² പ്ലസ് a². 0 to ഇൻഫിനിറ്റി കൊടുക്കാം. അപ്പോൾ 0 കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നോക്കാം മൈനസ് ഇവിടെ e−st ഉണ്ട് കേട്ടോ, -e−st. സോ a ഇൻറ്റു cos 80 പ്ലസ് s ഇൻറ്റു സൈൻ 80 അതിൽ 0 to ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ആണ് വരിക. അപ്പോൾ ഈ ഒരു ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതായത് e−st ആണ്. ഈ ടിക്ക് നമ്മൾ എന്ത് കൊടുക്കുക? ഇൻഫിനിറ്റി കൊടുക്കുക. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇതെന്തായിട്ട് മാറും? e−∞ എന്ന് വരും. e−∞ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഇൻഫിനിറ്റി ടേം കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 0 വരും. ദെൻ സെക്കൻഡ് നമുക്ക് കൊടുക്കേണ്ടത് 0 ആണ്. 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ? 1 ആണ് വരിക. അപ്പോൾ -1 ഇൻറ്റു a ഇൻറ്റു കോസ് 0 പറഞ്ഞാൽ 1 പ്ലസ് s ഇൻറ്റു സൈൻ 80 സൈൻ 0 പറഞ്ഞാൽ 0. സോ a പ്ലസ് 0 ഡിവൈഡഡ് s² പ്ലസ് a² എന്ന് വരും. അതായത് ഈ മൈനസും കൂടി പ്ലസ് ആവും. സോ a/s² പ്ലസ് a² എന്ന് വരും. അതാണ് നമ്മളുടെ എൽ ഓഫ് സൈൻ 80യുടെ വാല്യൂ. ഓക്കെ, ഇനി നമുക്കൊരു 2-3 റിസൾട്ടും കൂടി ഉണ്ട്. ഇതിപ്പോൾ 6th റിസൾട്ടാണ്. ഇനി ഒരു 3 റിസൾട്ടും കൂടി ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.